തോ ബഷ്ലോം ലെഹെർഗോ ത് എസ്രീൻ ഉഹാദ് തിലേശോനോ സുറിയോയോ. സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ 21ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ പുല്ലിംഗനാമങ്ങളെപ്പറ്റിയും സ്ത്രീലിംഗനാമങ്ങളെപ്പറ്റിയും അവയുടെ ബഹുവചനങ്ങളെപ്പറ്റിയും ഏകവചനങ്ങളെപ്പറ്റിയും ഒക്കെയാണ് പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നാമങ്ങളെപ്പറ്റിയും നാമവിശേഷണങ്ങളെപ്പറ്റിയും നൗൺസ് ആൻഡ് ആഡ്ജക്റ്റീവ്സ് ഇതിനെപ്പറ്റിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഒരു നാമപദം നാമമായോ വിശേഷണമായോ ഒരേ സമയം ഉപയോഗിക്കാം. ഒരു നാമം അത് നാമമായിട്ടും അതേസമയം തന്നെ വിശേഷണമായിട്ടും ഉപയോഗിക്കാം. ഉദാഹരണമായി കാദീശോ, ഈ പദം പരിശുദ്ധൻ എന്ന നാമമായിട്ടോ അല്ലെങ്കിൽ പരിശുദ്ധനായ എന്ന അഡ്ജക്റ്റീവ് വിശേഷണമായിട്ടോ ഉപയോഗിക്കാം. അല്ലെങ്കിൽ കാദീശേ പരിശുദ്ധർ, പരിശുദ്ധരായ, ഒരു വാക്ക് തന്നെ നൗണായിട്ടും അഡ്ജക്റ്റീവായിട്ടും. അതിൻ്റെ ഫെമിനിൻ കാദിസ്തോ പരിശുദ്ധ, കാദി പരിശുദ്ധയായ. അതിൻ്റെ ബഹുവചനം കാദീശോത്തോ പരിശുദ്ധർ അല്ലെങ്കിൽ പരിശുദ്ധകളായ. അപ്പോൾ ഇനി ഇത് എപ്പോഴാണ് നാമമായിട്ട് ഉപയോഗിക്കുന്നത്, എപ്പോഴാണ് വിശേഷണമായിട്ട് ഉപയോഗിക്കുന്നത്? ഒരു നാമപദം തനിച്ച് നിൽക്കുമ്പോൾ അത് നാമമായിട്ട് ഉപയോഗിക്കുന്നു. ഉദാഹരണം കാദീശോ, ഇത് തനിച്ചു നിൽക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം പരിശുദ്ധൻ, ദ ഹോളി വൺ എന്ന് മാത്രമാണ്. അല്ലെങ്കിൽ അടുത്തൊരു വാക്ക് ബീശോ എന്ന് നിൽക്കുമ്പോൾ ദുഷ്ടനായ എന്നല്ല, ദുഷ്ടൻ എന്നാണ് തനിച്ചു നിൽക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം, ഈവിൾ വൺ. തോബോ ഗുഡ് വൺ, നല്ലവൻ, നല്ലവനായ എന്നർത്ഥത്തിലല്ല തനിച്ചു നിൽക്കുമ്പോൾ. എന്നാൽ ഒരു നാമപദം മറ്റൊരു നാമപദത്തിന് ശേഷം വന്നാൽ അത് വിശേഷണമായിട്ടാണ് ഉപയോഗിക്കപ്പെടുക. ഒരു നാമപദം തനിച്ച് നിന്നാൽ അത് നാമമായിട്ട് തന്നെ ഉപയോഗിക്കും. വേറൊരു നാമപദത്തിന് ശേഷം ഒരു നാമപദം ഉപയോഗിച്ചാൽ അത് വിശേഷണമായിട്ടാണ് ഉപയോഗിക്കപ്പെടുക. ഉദാഹരണം നോക്കുക. മൽക്കോ, മൽക്കോ എന്ന് വെച്ചാൽ രാജാവ്. കാദീശോ, ഇവിടെ രാജാവ് പരിശുദ്ധൻ എന്നല്ല, പരിശുദ്ധനായ രാജാവ്. മൽക്കോ എന്ന നാമത്തിന് ശേഷം കാദീശോ എന്ന നാമം ഉപയോഗിച്ചപ്പോൾ ഈ കാദീശോ എന്ന നാമത്തിന് വിശേഷണത്തിൻ്റെ അർത്ഥമാണ് കിട്ടിയത്, പരിശുദ്ധനായ രാജാവ്, ഹോളി കിങ്. നേരത്തെ കണ്ട വാക്കാണ് ബീശോ, മൽക്കോ ബീശോ, ഈവിൾ കിങ്, ദുഷ്ടനായ രാജാവ്. ഒരു നാമപദത്തിന് ശേഷം വേറൊരു നാമപദം ഉപയോഗിക്കുമ്പോൾ ആ നാമപദത്തിന് വിശേഷണത്തിൻ്റെ അർത്ഥം കിട്ടുന്നു. മൽക്കോ തോബോ, നല്ലവനായ രാജാവ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാമത്തിന് ശേഷമാണ് വിശേഷണം ചേർക്കുന്നത്. അപ്പോൾ മലയാളമോ ഇംഗ്ലീഷോ ഒക്കെ ആണെങ്കിൽ ഉദാഹരണത്തിന് നല്ലവനായ രാജാവ്, നല്ലവനായ എന്നത് ആദ്യം, അഡ്ജക്റ്റീവ് ആദ്യം, നൗൺ രണ്ടാമത്. ഗുഡ് കിങ്, അഡ്ജക്റ്റീവ് ആദ്യം, നൗൺ രണ്ടാമത്. സുറിയാനിയിൽ നേരെ തിരിച്ചാണ്, ആദ്യം നൗൺ, രണ്ടാമത് അഡ്ജക്റ്റീവ്. ഇനി നാമം പുല്ലിംഗം ഏകവചനമാണെങ്കിൽ വിശേഷണവും പുല്ലിംഗം ഏകവചനം ആയിരിക്കണം. ഇവിടെ മൽക്കോ എന്നുള്ളത് പുല്ലിംഗമാണ്, ഏകവചനമാണ്. ബീശോ എന്നതും പുല്ലിംഗമാണ്, ഏകവചനമാണ്. അപ്പോൾ noun and adjective should agree in number and gender. Noun and adjective should agree in number and gender. വചനത്തിലും ലിംഗത്തിലും നാമവും വിശേഷണവും തമ്മിൽ യോജിക്കണം. അതാണ് മൽക്കോ ബീശോ, മൽക്കോ കാദീശോ. മൽക്കോ പുല്ലിംഗം,
കാദീശോ പുല്ലിംഗം, രണ്ടും പുല്ലിംഗം, രണ്ടും ഏകവചനം. അതുപോലെ തന്നെ മൽക്കോ തോബോ, പുല്ലിംഗം പുല്ലിംഗം, ഏകവചനം ഏകവചനം. ഇനിയും നാമം പുല്ലിംഗം ബഹുവചനമാണെങ്കിൽ വിശേഷണവും പുല്ലിംഗം ബഹുവചനമായിരിക്കണം. ഉദാഹരണം മൽക്കേ തോബേ, നല്ലവരായ രാജാക്കന്മാർ. മൽക്കേ ബഹുവചനം, തോബേയും ബഹുവചനം. മൽക്കേ പുല്ലിംഗം, തോബേയും പുല്ലിംഗം. നൗണും അഡ്ജക്റ്റീവും നമ്പറിലും ജെൻഡറിലും എഗ്രി ചെയ്യണം. മൽക്കേ ബീശേ, മൽക്കേ ബീശോ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. മൽക്കേ ബീശേ. വേറൊരുദാഹരണം മൽക്കേ കാദീശേ, മൽക്കോ കാദീശേ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. മൽക്കേ കാദീശോ എന്ന് പറഞ്ഞാലും തെറ്റാണ്. മൽക്കേ കാദീശേ, ഹോളി കിങ്സ്. ഇതുപോലെ തന്നെ സ്ത്രീലിംഗം. നാമം സ്ത്രീലിംഗം ഏകവചനമാണെങ്കിൽ വിശേഷണവും സ്ത്രീലിംഗം ഏകവചനം ആയിരിക്കണം. ഉദാഹരണം മൽക്ക്തോ ബീസ്തോ. മൽക്ക്തോ സ്ത്രീലിംഗമാണ്, ബീസ്തോയും സ്ത്രീലിംഗമാണ്. മൽക്ക്തോ ഏകവചനമാണ്, ബീസ്തോയും ഏകവചനമാണ്. അപ്പോൾ നമ്പറിലും ജെൻഡറിലും നൗണും അഡ്ജക്റ്റീവും എഗ്രി ചെയ്യുന്നു. മൽക്ക്തോ തൊബുത്തോ, നല്ലവളായ രാജ്ഞി, ഗുഡ് ക്വീൻ. മൽക്തോ കാദിസ്തോ, ഹോളി ക്യൂൻ, പരിശുദ്ധയായ രാജ്ഞി. ഇതുപോലെ തന്നെ നാമം സ്ത്രീലിംഗം ബഹുവചനമാണെങ്കിൽ വിശേഷണവും സ്ത്രീലിംഗം ബഹുവചനമായിരിക്കണം. മൽക്കോത്തോ ബീശോത്തോ. മൽക്കോത്തോ സ്ത്രീലിംഗം ബഹുവചനമാണ്, ബീശോത്തോയും സ്ത്രീലിംഗം ബഹുവചനമാണ്. ഈവിൾ ക്യൂൻസ്. മൽക്കോത്തോ തോബോത്തോ, ഗുഡ് ക്വീൻസ്, നല്ലവരായ രാജ്ഞിമാർ. മൽക്കോത്തോ കാദീശോത്തോ, പരിശുദ്ധകളായ രാജ്ഞിമാർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് നൗൺസ് ആൻഡ് അഡ്ജക്റ്റീവ്സ്, നാമങ്ങളും വിശേഷണങ്ങളും. ഒരു നാമപദം നാമമായോ വിശേഷണമായോ ഉപയോഗിക്കാം. നാമപദം തനിച്ചു നിൽക്കുമ്പോൾ നാമമായി ഉപയോഗിക്കപ്പെടുന്നു. ഒരു നാമപദം മറ്റൊരു നാമപദത്തിന് ശേഷം വന്നാൽ വിശേഷണമായിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത്. നാമത്തിന് ശേഷമാണ് വിശേഷണം ചേർക്കുന്നത്. നാമം പുല്ലിംഗം ഏകവചനമാണെങ്കിൽ വിശേഷണവും പുല്ലിംഗം ഏകവചനമായിരിക്കണം. നാമം പുല്ലിംഗം ബഹുവചനമാണെങ്കിൽ വിശേഷണവും പുല്ലിംഗം ബഹുവചനമായിരിക്കണം. നാമം സ്ത്രീലിംഗം ഏകവചനമാണെങ്കിൽ വിശേഷണവും സ്ത്രീലിംഗം ഏകവചനമായിരിക്കണം. നാമം സ്ത്രീലിംഗം ബഹുവചനമാണെങ്കിൽ വിശേഷണവും സ്ത്രീലിംഗം ബഹുവചനമായിരിക്കണം. തൗദി സാഗി, താങ്ക്സ് എ ലോട്ട്, വളരെയധികം നന്ദി.